BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. പുറത്തു കാണുന്ന ശാന്തതയ്ക്കപ്പുറം അതിശക്തമായ ചേരിപ്പോരിൻ്റെയും ഇതുവരെ ഉണ്ടാകാത്ത എതിർ ശബ്ദങ്ങളുടെയും കേന്ദ്രമായി കേരളത്തിലെ CPM മാറുന്നു. തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് കേരള സംസ്ഥാന സമിതി നൽകിയ റിപ്പോർട്ട് അതേപടി സ്വീകരിക്കാതെ പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടതും നേതൃത്വത്തിൻ്റെ ശൈലീമാറ്റവും തുടർ നടപടികളും ഒരു പുതിയ ചേരിയുടെ ആവിർഭാവവും നേതാക്കൾക്കെതിരെയുള്ള ശക്തമായ മുന്നേറ്റത്തിനുമാണ് ഇടയാക്കിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സമിതി ഏറ്റെടുക്കേണ്ടതാണെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശവും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. സംസ്ഥാനത്ത് ഉയർന്ന അതിശക്തമായ വിമർശനങ്ങളും പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എതിരെ ഉയർന്ന നേതൃമാറ്റ ആവശ്യവും കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നും തിരുത്തലുകൾ ആവശ്യമാണെന്നുമുള്ള നിലപാടിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള തെറ്റുതിരുത്തൽ നടപടി വെറും രേഖകളിൽ ഒതുക്കി രക്ഷപ്പെടുത്തുന്നതിന് പകരം ശക്തമായ നടപടികളിലൂടെ പാർട്ടി സംവിധാനത്തിൽ അലംഭാവം വരുത്തിയവരെയും പാർട്ടി ചട്ടക്കൂടിന് എതിരായി നീങ്ങിയവരെയും നിലയ്ക്ക് നിർത്താൻ തന്നെയാണ് പരിപാടി. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന വിപുലീകൃത സംസ്ഥാന സമിതി യോഗങ്ങളിലും തുടർന്ന് നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ നേതൃത്വത്തിന് തലവേദനയാകും എന്ന് തന്നെയാണ് സൂചന. ഇതോടൊപ്പം സംസ്ഥാന സമിതി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെ ശക്തമായി പ്രവർത്തിക്കാത്തവരെയും പാർട്ടി ചട്ടക്കൂട് ലംഘിച്ചവരെയും ഒഴിവാക്കി പുനഃസംഘടന നടത്താനും പരിപാടിയുണ്ട്. അടുത്ത വർഷത്തോട് മാത്രമേ ഈ പ്രക്രിയ അവസാനിക്കുകയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി പാർട്ടിയുമായി അണികൾക്കും സാമാന്യ ജനങ്ങൾക്കും ഉണ്ടായിരുന്ന അകൽച്ചയെ തുടർന്നാണെന്നും ഇത് പരിഹരിക്കാൻ ശൈലീമാറ്റം അനിവാര്യമാണെന്നുമുള്ള നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. അവരുടെ ആശീർവാദത്തോടെ രൂപം കൊണ്ട പുതിയ ഗ്രൂപ്പും ഇതേ അഭിപ്രായത്തിൽ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വേളയിൽ തിരിച്ചടി മനസ്സിലാക്കുന്നതിനും ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ഭരണ പാർട്ടി സംവിധാനങ്ങൾ മാറ്റിമറിക്കുന്നതിലും പരാജയപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണം. വ്യക്തി കേന്ദ്രീകൃതമായ പ്രവണതകൾ, താഴെത്തട്ടിൽ നിന്നുള്ള വിയോജിപ്പുകളെ അവഗണിക്കൽ, നേതാക്കളോടും പാർട്ടി പ്രവർത്തകരോടും മാന്യതയില്ലാത്ത പെരുമാറ്റം തുടങ്ങിയ സമീപനങ്ങൾക്കെതിരെ വിശാലവും ആഴത്തിലുള്ളതുമായ മാറ്റമാണ് പുതിയ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. വെറുതെയുള്ള യോഗങ്ങൾ കൊണ്ടോ ജനസമ്പർക്ക പരിപാടികൾ കൊണ്ടോ പാർട്ടി കമ്മിറ്റികളിലെ വിശദീകരണങ്ങൾ കൊണ്ടോ തീരുന്നതും പരിഹരിക്കാവുന്നതും അല്ല ഇപ്പോഴത്തെ ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടായിട്ടുള്ള അകൽച്ചയും അവമതിപ്പും എന്നാണ് വിലയിരുത്തൽ. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാണ് പുതിയ ഗ്രൂപ്പിൻ്റെയും നിലപാട്. പാർട്ടിയിലെ ഉൾപാർട്ടി ചേരിതിരിവും അഭിപ്രായ വ്യത്യാസവും വ്യക്തിപരം എന്നതിനപ്പുറത്തേക്ക് നയങ്ങളിലേക്ക് കടന്നു കയറുന്നു എന്നതിൻ്റെ സൂചനയാണ് വിഴിഞ്ഞം തുറമുഖ പ്രശ്നത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് പോലും ഐക്യരൂപമുള്ള നിലപാട് ഉണ്ടാകാതിരിക്കാൻ കാരണമെന്നും വിലയിരുത്തുന്നു. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ ആശീർവാദത്തോടെയാണ് പുതിയ തിരുത്തൽ ഗ്രൂപ്പ് കേരളത്തിൽ ശക്തമാകുന്നത്. അതേസമയം ഔദ്യോഗിക ഗ്രൂപ്പ് MA ബേബിയെ പാർശ്വവൽക്കരിക്കുകയാണ് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ബേബിയുമായി ഉറ്റബന്ധം പുലർത്തിയിരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ പരിപാടികളിൽ കേരളത്തിൽ ഒരിടത്ത് പോലും MA ബേബിയെ ക്ഷണിച്ചില്ല. തിരുവനന്തപുരത്തെ പരിപാടി S രാമചന്ദ്രൻപിള്ളയും ആലപ്പുഴയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെയാണ് പങ്കെടുത്തത്. വേറെ എവിടെയും പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഡൽഹി പാർട്ടി കേന്ദ്ര ഓഫീസിൽ ലളിതമായ ഒരു പരിപാടി സംഘടിപ്പിച്ച് മുഖം രക്ഷിക്കുകയായിരുന്നു MA ബേബി. അച്യുതാനന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ദേശാഭിമാനി ദിനപത്രം തയ്യാറാക്കിയ മുഴങ്ങുന്നിപ്പോഴും കടലിരമ്പം എന്ന പഴയ സെക്രട്ടറി KV സുധാകരന്റെ ഓർമ്മക്കുറിപ്പ് ഉൾപ്പെട്ട വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിച്ചില്ല. രാജേഷ് സിന്ധു എന്ന മാധ്യമപ്രവർത്തകൻ എഴുതിയ കള്ളൻ വിജയൻ എന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനം കൂടി ഇതിൽ ഉൾപ്പെട്ടതാണ് വാരാന്ത പതിപ്പ് അച്ചടിക്കാതിരിക്കാൻ കാരണം. വാരാന്ത പതിപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ന്യൂസ് എഡിറ്റർ KR വിജയനെ ചുമതലയിൽ നിന്ന് നീക്കുകയും മുറി പൂട്ടുകയും ചെയ്തു. കള്ളൻ വിജയൻ എന്ന ഫീച്ചർ ഒഴിവാക്കി തിങ്കളാഴ്ചയാണ് വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന തലക്കെട്ട് ഒഴിവാക്കാൻ ശ്രദ്ധ കാട്ടിയില്ല എന്ന ആരോപണമാണ് അജയനെതിരെ ഉയർന്നിട്ടുള്ളത്. രാജേഷ് സിന്ധു ഈ ലേഖനം പിന്നീട് സാമൂഹ്യ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു.
പിണറായി, MV ഗോവിന്ദൻ, KK രാഗേഷ് എന്നീ 3 നേതാക്കൾ നിയന്ത്രിക്കുന്ന സംവിധാനത്തിനെതിരെ കണ്ണൂരിലെ മറ്റു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നിട്ടുമുണ്ട്. ഒരു കാലത്ത് CPM അഭിമാനാർഹമായി ചൂണ്ടിക്കാട്ടിയിരുന്ന കേരളത്തിലെ പാർട്ടി അംഗസംഖ്യ ജനാഭിലാഷവും ജനവികാരവും പ്രതിഫലിപ്പിക്കുന്നതല്ല എന്ന വിലയിരുത്തലിലും പാർട്ടി നേതൃത്വം എത്തിയിട്ടുണ്ട്. 5,60,000 ഇപ്പോൾ CPMന്റെ കേരളത്തിലെ അംഗസംഖ്യ. ഇത്രയും അംഗങ്ങൾ ഉണ്ടായിട്ടും ഭരണം നിലനിർത്താനും ദയനീയ പരാജയം ഒഴിവാക്കാനും കഴിഞ്ഞില്ല എന്നത് കനത്ത തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സംഘടനാപരമായും രാഷ്ട്രീയപരമായും ആശയപരമായും ഈ അംഗങ്ങളെ ആയുധമണിയിക്കുന്നതിലും ഭരണ പാർട്ടി സംവിധാനത്തോടൊപ്പം നിലനിർത്തുന്നതിലും പരാജയപ്പെട്ടു എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അധികാരമോഹവും പാർലമെന്ററി വ്യാമോഹവും പാർട്ടി സംവിധാനത്തിൽ കടന്നു വന്നതും പിഴവുകൾ തിരിച്ചറിയുന്നതിലും ഉണ്ടായ പരാജയവും ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയവും മുൻമന്ത്രി KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റിയതും ഗുരുതരമായ പിഴവാണെന്നാണ് വിലയിരുത്തൽ. ഏതെങ്കിലും വ്യക്തികളെ പഴിക്കുന്നതിന് പകരം പാർട്ടി സംവിധാനത്തിന്റെ മുഴുവൻ പരാജയമായിട്ടാണ് ഇത് വിലയിരുത്തുന്നത്. രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിലും പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു എന്ന ആക്ഷേപവും ഉണ്ട്. വിപുലീകൃത സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോ സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് സൂചന. പക്ഷേ പാർട്ടി സംവിധാനത്തിന്റെ നിർണായക സ്ഥാനങ്ങളിലേക്ക് MA ബേബിയുമായി അടുപ്പമുള്ളവർ എത്തുമെന്നും കരുതുന്നു. കേരളത്തിലെ CPMൽ ഇന്ന് വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ചേരിപ്പോരും തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.